സമയം 4 മണിയായിട്ടുണ്ട് കേട്ടോ. പോകുന്നതായിട്ട് ഒരു ഫ്രണ്ട് കൂടിയുണ്ട്. അപ്പം അവർ ഒരുമിച്ചാണ് എപ്പോഴും പോകാറുള്ളത്. ഭയങ്കര തിരക്കായിരിക്കും അവിടെ. അപ്പോൾ അവർ നേരത്തെ പോയിട്ട് ക്യൂവിലൊക്കെ നിന്നിട്ട് വേണം. ഇന്ന് പ്രത്യേകിച്ച് മഴയും കാര്യങ്ങളൊന്നും രാവിലെ ഇല്ല. അതല്ലെങ്കിൽ മഴയൊക്കെ കൊണ്ട് നിൽക്കേണ്ടി വന്നിട്ടുണ്ടാവും. അപ്പോൾ ഇന്നത്തെ ഒരു ഡേ ഇൻ മൈ ലൈഫാണ് കേട്ടോ ഞാൻ ചെയ്യാൻ പോകുന്നത്. വലിയൊക്കെ ഇട്ട് വരുമ്പോഴേക്കും നമുക്കിവിടെയൊക്കെ ക്ലീൻ ചെയ്ത് അടിച്ച് തുടച്ച് വിളക്കൊക്കെ വെച്ച് വൃത്തിയായിട്ടിരിക്കണം നമുക്ക്. അപ്പോൾ ബാക്കി പരിപാടികളൊക്കെ ചെയ്യാം. ഇന്നത്തെ ദിവസം തുടങ്ങുന്നത് തന്നെ ക്ലീനിങ്ങിലായിരുന്നു. ആദ്യം തന്നെ റൂമെല്ലാം അടിച്ച് തുടച്ച് വൃത്തിയാക്കി കുളിയൊക്കെ കഴിഞ്ഞ് വിളക്കൊക്കെ വെച്ച് ഞാൻ കുറച്ച് നേരം ഫോണൊക്കെ നോക്കിയിരുന്നു. അപ്പോഴാണ് ഏട്ടൻ വരുന്നത്. ഇപ്രാവശ്യം നേരത്തെ എത്തിയിട്ടുണ്ട്. സാധാരണ 8 മണിയൊക്കെ ആവാറുണ്ട് വരുമ്പോൾ. ഇന്ന് മഴയൊക്കെ കുറവുള്ളത് കൊണ്ട് തന്നെ നല്ല തിരക്കുണ്ടാവും എന്നാണ് വിചാരിച്ചത്. ഏട്ടൻ വന്നപാടെ ഉള്ളിൽ കയറി പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞു. പിന്നെ ഒരു ഗ്ലാസ് ചായയൊക്കെ ഇട്ട് കൊടുത്തു. അമ്പലത്തെ വിശേഷങ്ങളൊക്കെ പറഞ്ഞ് കുറച്ച് നേരം ഇരുന്നു. നല്ല തിരക്കായിരുന്നു. അവിടെ ഞാനും സുനിലും കൂടിയിട്ട് ഏകദേശം ഒരു 4:15 ആകുമ്പോഴേക്കും അമ്പലത്തിലെത്തി. നല്ല തിരക്കുണ്ടായിരുന്നു. പിന്നെ 4:30 കഴിഞ്ഞു തുടങ്ങുമ്പോൾ, ബലിതർപ്പണം തുടങ്ങിയപ്പോൾ നല്ല തിരക്കാണ്. കഴിഞ്ഞ വർഷത്തേക്കായും നല്ല തിരക്കായിരുന്നു. കഴിഞ്ഞ പ്രാവശ്യം ഏകദേശം 4:15 ആ സമയത്ത് ഞാൻ എത്തിയായിരുന്നു. അപ്പോൾ അമ്പലത്തിൽ കുറച്ച് പേരെ ഉണ്ടായിരുന്നുള്ളൂ. അവിടെ നമ്മൾ ആദ്യം പോകുമ്പോൾ വരി നിൽക്കണം, പോലീസുണ്ട്, അവർ നിയന്ത്രിക്കാനുണ്ട്. അതിനുശേഷം നമ്മൾ ബലിതർപ്പണത്തിന് പോകുന്നതിന് മുന്നായിട്ട് അതിനുള്ള ഐറ്റംസ് വാങ്ങിക്കണം. അത് അവിടെ തന്നെ കിട്ടും, അമ്പലത്തിലെ കൽപ്പത്തി അമ്പലത്തിൽ തന്നെ. കഴിഞ്ഞ പ്രാവശ്യം 30, പ്രാവശ്യം 20 രൂപ കൂട്ടി 50 രൂപയ്ക്ക്. എങ്ങനെ തേങ്ങയൊന്നുമില്ല അതിൽ അല്ല, തേങ്ങ ഈ ബലിതർപ്പണത്തിന് തേങ്ങയൊന്നും ഉപയോഗിക്കാറില്ല. അതെ, ഇപ്പോൾ അതിലും കൂടുതലുണ്ടാകുന്നതെന്ന് വെച്ചാൽ പൂവ്, കറുകപ്പുല്ല്, പിന്നെ അരി, എള്ള്, പിന്നെ ശർക്കര, ഇതാണ് മെയിനായിട്ട് ഉണ്ടാകുന്നത്. അപ്പോൾ ഒരു നാക്കലിലാണ് വിധിച്ചു തരുന്നത്. ഈ ഐറ്റത്തിനാണ് 50 രൂപ എന്ന് പറയുന്നത്. പിടിച്ചുകൊണ്ട് നിൽക്കണം. അത് കഴിഞ്ഞ് അവിടെ പൂജാകർമ്മങ്ങൾ ചെയ്യുന്നതിൻ്റെ ഇല്ല, കിട്ടുന്നില്ല. ഇലയുടെ ഉള്ളിൽ തന്നെ ഇട്ട് തന്നേക്കും. അതെ, അവർ തിരക്കിലല്ലേ, ചില സമയത്ത് ഇല കീറൊക്കെ ചെയ്യാം. അടുത്തുമ്പോഴേക്ക് ഇല കീറാൻ പാടില്ല എന്നാണ് പറയാറ്. പക്ഷേ അത്രയും തിരക്കാണ് അമ്പലത്തിൽ പ്രത്യേകിച്ച്. പിന്നെ അവിടെ എത്തി കഴിഞ്ഞാൽ ടോക്കൺ എടുക്കണം. ടോക്കൺ 50 രൂപയാണ്. കഴിഞ്ഞ പ്രാവശ്യം 30 രൂപയായിരുന്നു. 20 രൂപ ഇപ്രാവശ്യം ടോക്കനും കൂട്ടി, ഇല കൊടുക്കുന്നവരും കൂട്ടി. അത് കഴിഞ്ഞ് അമ്പലത്തിലെ പുഴയുടെ തീരത്ത് നല്ല സജ്ജീകരണം ചെയ്തിട്ടുണ്ട്. പോലീസ് നല്ലപോലെ ഉണ്ട്. അവർ എല്ലാവരെയും, സ്ത്രീകളായാലും പുരുഷന്മാരെയും പ്രായമുള്ളവരെല്ലാം വളരെ ശ്രദ്ധിച്ച് അവർ ഡയറക്ഷൻ ചെയ്യും എവിടെ പോകണം എന്നുള്ളത്. പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ കാക്കയൊക്കെ ഗേറ്റിൽ നിൽക്കുന്നുണ്ട്. സാധാരണ ഇവിടെ കാക്കകൾ നിറയെ ഉണ്ട്. എന്നാലും ഇന്ന് പ്രത്യേകിച്ചും കാക്കകളൊക്കെ രാവിലെ തന്നെ ഗേറ്റിലൊക്കെ നിൽക്കുന്നുണ്ട്. മുറ്റത്തൂടെ വെറുതെ നടക്കാമെന്ന് വിചാരിച്ച് നടക്കുമ്പോഴാണ് ഈ ഒരു മുല്ലച്ചെടി എപ്പോഴും ഉള്ളതാണ്. പക്ഷെ അതിലൊരു പൂവ് ആദ്യമായിട്ട് വിരിഞ്ഞത് കേട്ടോ. നല്ല മണമാണ്. ഈ ജനലിൻ്റെയൊക്കെ ചുവട്ടിൽ ഇതുപോലൊരു ചെടി ഉണ്ടാകുമ്പോൾ ഉള്ളിലേക്കൊക്കെ നല്ല മണം വരാറുണ്ട്. നമ്മുടെ കർക്കിടക മാസത്തിൽ പ്രത്യേകിച്ചും തുളസിക്ക് ഭയങ്കര ആരാധനയാണ്. വീടിന്റെ പ്രധാന വാതിലിന് മുന്നിലായിട്ട് തുളസി ചെടി ഇതുപോലെ നിൽക്കുന്നത് നല്ലതാണെന്ന് പറഞ്ഞിട്ടുണ്ട്. തുളസിയുടെ ചെടിയിൽ കാറ്റ് തട്ടി നമ്മുടെ വീടിന്റെ ഉള്ളിലേക്ക് കടക്കണം എന്നുള്ളതാണ്, നല്ലതാണ് അതെന്നാണ് പറയുന്നത്. സോനിൻ്റെ ശബ്ദം കേട്ടിട്ടാണ് ഞാൻ ഉള്ളിലേക്ക് വന്നത്. അപ്പം ഇവിടെ രാവിലെ തന്നെ ഭയങ്കര കലിപ്പിലാണ്. അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാനുള്ള പരിപാടിയിലേക്ക് കിടക്കുകയാണ്. അപ്പം നമുക്ക് ബ്രേക്ക്ഫാസ്റ്റിന് വെർമിസെല്ലിയാണ്. അതുകൊണ്ട് ഉപ്മാവ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. പക്ഷേ മുന്നേ ഞാനൊരു ആർമി ക്യാൻറ്റീനിൽ നിന്നും വാങ്ങിച്ച സാധനങ്ങളുടെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൽ പറയുന്നുണ്ടായിരുന്നു റോസ്റ്റഡ് എന്ന് എഴുതിയിട്ടുള്ള സേമിയ ആണെങ്കിൽ മാത്രമാണ് കുഴയാതെ ഇരിക്കുള്ളൂ എന്നുള്ളത്. ഇതിപ്പോൾ കുഴഞ്ഞു പോയി. ഞാനും അത് ഫ്രൈ ചെയ്യാനായിട്ട് മറന്നും പോയി. അപ്പം സോനിന് ഈ ഉപ്മാവ് ഇഷ്ടമല്ല, കുഴഞ്ഞു പോയതുകൊണ്ട്. അപ്പം അവൽ നനച്ചു കൊടുക്കാമെന്ന് വിചാരിച്ചു. അവൻ അവൽ നനച്ചതാണ് ഇഷ്ടം. അങ്ങനെ ഈ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കലാപരിപാടികളൊക്കെ തൽക്കാലത്തേക്ക് അവസാനിച്ചു. അപ്പോൾ നമുക്കിനി ലഞ്ചിനുള്ള കലാപരിപാടികളിലേക്ക് കടക്കണം. അതിന് മുന്നായിട്ട് ഒരു ചായ ഇട്ട് കുടിക്കാമെന്ന് വിചാരിച്ചു. ചേരാം തമാശയൊക്കെ പറഞ്ഞിങ്ങനെ ഇരുന്നു. ഇനി വെച്ചുമാറ്റൽ പ്രിപ്പറേഷൻസ് ആണ്. നമുക്ക് ചിക്കൻ കറി വെക്കാനായിട്ടുണ്ട്. ചിക്കൻ കറി വെക്കാനായിട്ട് മല്ലിപ്പൊടിയും മുളക് പൊടിയൊക്കെ ചെറുതായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കുന്നുണ്ട്. ചിക്കൻ കഴുകി വെച്ചിട്ടുണ്ടായിരുന്നു. അത് നമുക്ക് കറി വെക്കാനായിട്ടും അതുപോലെ വരട്ട് ഉണ്ടാക്കാനൊക്കെ ആയിട്ട് രണ്ടും സെപ്പറേറ്റ് ആയിട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. എന്നിട്ട് ഈ മസാലകളൊക്കെ ഇട്ട് ഒന്ന് മിക്സ് ചെയ്ത് കുറച്ച് നേരം അത് മാരിനേറ്റ് ചെയ്യാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. പല സ്ഥലങ്ങളിലും പല രീതിയിലായിരിക്കാം ഇന്നത്തെ ദിവസം കൊണ്ടാടുന്നത്. അപ്പം ഞങ്ങൾ ഇവിടെ ചെയ്യുന്നത് ചിക്കൻ കറി വെച്ചിട്ടുള്ള വെച്ചുമാറ്റലാണ്. ഇതിൽ നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ചിക്കൻ വരട്ടും ചിക്കൻ കുമ്പളങ്ങ കറിയാണ്. ചിക്കൻ വരട്ടിൽ മസാലകളൊക്കെ ഇട്ട് വേവിച്ച് എടുക്കുകയാണ് ചെയ്യുന്നത്. അവസാനം ഇറക്കി വയ്ക്കുന്ന സമയത്ത് പച്ച വെളിച്ചെണ്ണ കുറച്ച് മേലെ കൂടെ തൂവി നമ്മൾ ഇറക്കി വയ്ക്കുകയാണ് ചെയ്യുന്നത്. കുമ്പളങ്ങ കറിയിൽ ചിക്കനും കുമ്പളങ്ങയും ഉരുളക്കിഴങ്ങും കൂടി വേവിക്കുകയാണ്.
ഇപ്പൊ പറഞ്ഞ ഡയലോഗ് മറന്നോ? മാർക്കറ്റോ? എന്താ കാര്യം? എന്താ കാര്യം? കുമ്പളങ്ങ ചാറ് കറിയിലേക്ക് തേങ്ങയുടെ അരപ്പ് വേണമായിരുന്നു. അതുകൊണ്ട് തേങ്ങ ചിരവിയെടുത്തു. അതിലേക്ക് ഏലക്ക, ഗ്രാമ്പൂ, പട്ട, ചെറിയുള്ളി, ചെറിയ ജീരകം ഇതൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. നമുക്ക് വേണമെങ്കിൽ കുറച്ച് പെരുംജീരകം കൂടി ഇടായിരുന്നു. എൻ്റെ പെരുംജീരകം കഴിഞ്ഞു പോയി. അങ്ങനെ അതൊക്കെ തിളപ്പിച്ചെടുത്ത് നമ്മളിത് കടുക് വറുത്തിട്ടു. നമ്മുടെ ഈ കുമ്പളങ്ങ ചാറ് കറിയുടെ പരിപാടി കഴിഞ്ഞു. ചോറിന് അരിയിട്ട് ഹോളിലേക്ക് വന്നപ്പോഴേക്കും സോനു കുളി കഴിഞ്ഞ് വന്നിട്ടുണ്ടായിരുന്നു. അവന് ഡ്രസ്സ് എടുത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് വെറുതെ എന്നോട് വാശി പിടിക്കുകയായിരുന്നു. ഇടടാ. അങ്ങനെ അവന് ഡ്രസ്സൊക്കെ കൊടുത്ത് എനിക്ക് കുറച്ച് പാക്ക്ഡ് ഐറ്റംസൊക്കെ പൊട്ടിച്ച് നമുക്ക് അത് ബോട്ടിലാക്കി വെക്കേണ്ടതായിട്ടുണ്ടായിരുന്നു. അപ്പം അതിൻ്റെ കലാപരിപാടികളൊക്കെ ഇതിൻ്റെ ഇടയിൽ കൂടെ നടക്കുന്നുണ്ടായിരുന്നു. ഇതൊക്കെ മരുന്ന് കഞ്ഞിയൊക്കെ ഉണ്ടാക്കാനുള്ള ഓരോ കൂട്ടാണ് കേട്ടോ. ഇതിൽ ആശാളി എന്ന് പറയുന്ന ഒരു ഐറ്റം മാത്രം ഞാൻ മറന്നുപോയി വാങ്ങാനായിട്ട്. ബാക്കി അത്യാവശ്യം എല്ലാ സാധനങ്ങളും ഉണ്ട്. അപ്പം അതൊക്കെ നമുക്ക് ബോട്ടിലാക്കി വെക്കണം. നാളെ തൊട്ടിട്ട് നമുക്ക് മരുന്ന് കഞ്ഞി സ്റ്റാർട്ട് ചെയ്യണമെന്ന് ഒരാഗ്രഹമുണ്ട്. 7 ദിവസം 14 ദിവസം എന്നൊക്കെയാണ് കണക്ക്. അപ്പം നമുക്കൊരു ആദ്യം 7 ദിവസം ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ചു. സാധാരണ ഞാൻ പച്ചരി കൊണ്ടാണ് മരുന്ന് കഞ്ഞിയൊക്കെ ഉണ്ടാക്കാറുള്ളത്. അമ്മ വീട്ടിലും ഇതുപോലെ പച്ചരി കൊണ്ടാണ് ചെയ്യാറുള്ളത്. ഇപ്പോൾ നമ്മളെല്ലാം മാർക്കറ്റിൽ നിന്ന് വാങ്ങുന്നതുകൊണ്ട് തന്നെ നവരരി വാങ്ങിയിട്ട് കഞ്ഞി വയ്ക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ എൻ്റെ റീസ്റ്റോക്കിംഗ് ഒക്കെ തൽക്കാലത്തേക്ക് കഴിഞ്ഞു. ഭക്ഷണം വെച്ച് മാറ്റാനുള്ള സമയം കേട്ടോ. വെച്ച് മാറ്റുക എന്ന് പറയുന്നത് പിതൃക്കൾക്ക് നമ്മൾ ഭക്ഷണം ഉണ്ടാക്കിയിട്ട് അവർക്ക് വേണ്ടി ഉണ്ടാക്കി നമ്മൾ അവർക്ക് വേണ്ടിയിട്ട് സമർപ്പിക്കുകയാണ്. ഈ ബലിതർപ്പണത്തിൻ്റെ, അതായത് കർക്കിടക വാവിൻ്റെ വേറൊരു പ്രത്യേകതയും കൂടിയാണ്. ബലിതർപ്പണം പോലെ തന്നെ വീട്ടിൽ നമ്മൾ കാരണവന്മാർക്ക്, അതായത് പിതൃക്കൾക്ക് വെച്ച് മാറ്റുക എന്ന് പറയുന്ന ഒരു ആചാരം. അതിൽ നമ്മൾ വെച്ച് മാറ്റുന്നത് നമ്മൾ സാധാരണ ഭക്ഷണം ഉണ്ടാക്കുന്നത് പോലെ തന്നെ ചോറും അതുപോലെ ദോശയും കുമ്പളങ്ങച്ചാറ് എന്ന് പറയും. കുമ്പളങ്ങ കറി, ചിക്കനും കുമ്പളങ്ങയും ഉരുളക്കിഴങ്ങൊക്കെ ഇട്ടിട്ടുള്ളൊരു കറിയാണ് അത്. പിന്നെ ഒരു ചിക്കൻ വരട്ടിയതെന്ന് പറയുന്നത് നമ്മൾ മസാലകളൊക്കെ ഇട്ടിട്ട് വേവിക്കുകയാണ്. ഇറക്കി വെക്കുന്ന സമയത്ത് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് നമ്മൾ ഇറക്കി വെക്കുകയാണ്. അത് അങ്ങനെയൊരു ഐറ്റം ഉണ്ട്. അപ്പം ഇതിലൊക്കെ ഫുഡ് ഉണ്ടാക്കുന്നതിൽ എന്താണ് പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളിത് ഉണ്ടാക്കുന്ന സമയത്ത് ടേസ്റ്റ് ചെയ്യാൻ പാടില്ല. അത് കറി ഒട്ടും തന്നെ ഉപ്പ് നോക്കാനോ ഒന്നും പാടില്ല. അപ്പം ഒരു ആവറേജ് നമ്മുടെ ഒരു കൈക്കണക്ക് വെച്ചിരിക്കും ഇതിൻ്റെ ഒരു ടേസ്റ്റ്. നമുക്കിത് കഴിഞ്ഞ ശേഷം, നമുക്ക് വെച്ച് മാറ്റി കഴിഞ്ഞ ശേഷം നമുക്ക് വേണമെങ്കിൽ നമുക്ക് ഇഷ്ടത്തിനനുസരിച്ചിട്ട് ഉപ്പും മുളകൊക്കെ ഇട്ടിട്ടോ അങ്ങനെ എന്ത് വേണമെങ്കിലും ചെയ്യാം. അപ്പം നമ്മൾ പിന്നെ എല്ലാം റെഡി ആയിട്ടുണ്ട്. നമുക്കിനി ദോശ ഉണ്ടാക്കണം. ദോശമാവ് ഇന്നലെ ഞാൻ അരച്ചു വെച്ച മാവാണ്. തലേന്ന് തന്നെ ദോശയ്ക്കുള്ള മാവ് അരച്ചു വെച്ചിട്ടുണ്ടായിരുന്നു. 2 കപ്പ് പച്ചരിയും 1/2 കപ്പ് മട്ട അരിയാണ് കുതിരാനായിട്ട് ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നത്. അതുപോലെ തന്നെ 1/2 കപ്പ് ഉഴുന്നും ഒരു 2 ടീസ്പൂൺ ഉലുവയും വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അതൊക്കെ 5 മണിക്കൂറോളം കുതിർത്ത് അരച്ച് പാകപ്പെടുത്തി വെച്ചിട്ടുണ്ടായിരുന്നു. ഉപ്പ് നമ്മൾ ചേർക്കുന്നില്ല, ഇപ്പോഴും ചേർക്കുന്നില്ല, അതുണ്ടാക്കുന്ന സമയത്തും ചേർക്കുന്നില്ല. അപ്പം നമുക്കിനി ദോശ ഉണ്ടാക്കാം. ഇതൊക്കെയാണ് ഫുഡ് ഉണ്ടാക്കുന്നതിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെന്ന് പറയുന്നത്. മെയിനായിട്ട് നമ്മൾ ടേസ്റ്റ് ചെയ്യാൻ പാടില്ല. നമ്മുടെ ഒരു കൈക്കണക്ക് വെച്ചിട്ട് നമ്മൾ ഉണ്ടാക്കിയെടുക്കുക. ഞാൻ ദോശ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുമ്പോൾ സോനു എൻ്റെ പുറകിൽ വന്നിട്ട് അവനും ദോശ ഉണ്ടാക്കണമെന്ന് പറയായിരുന്നു. അതിന് ഗ്യാപ്പ് തരാടോ. താഴെ പോയ മുതലേ പെറുക്കി കൊണ്ടുവന്നതാണ് ഒരു ബൗളിൽ. ദോശ ഉണ്ടാക്കാൻ സമ്മതിച്ചിട്ടില്ലെങ്കിൽ അത് താഴെ ഇടുന്നാണ് അവൻ എന്നെ ഭീഷണിപ്പെടുത്തുന്നത്. കുറച്ച് ഓക്കെ. ഇത് എന്ത് ദോശയാ? ഇതെന്ത് ദോശയാ പറയേ? ഇത് എന്തുവാടത്? എന്ത് ദോശ? നിന്നെ ഞാനിടല്ലോ. മതി എടാ മതിന്നാണ്. ദോശക്കാരൻ സോനു. ഉണ്ടാക്കണം തെറ്റോ ഞാൻ പറയുമ്പോ? മതി. ഈ ദോശ നീ തന്നെ കഴിക്കണം കേട്ടോ. മതി. ഞാന് ഗ്യാസ് ഓഫ് ചെയ്യണം കേട്ടോ.
സ്ക്രൂ ഡ്രൈവറോ? പിന്നെയോ? ഇത് തൊടണ്ട, കൈ തൊടണ്ട, പൊള്ളും. പിക്കാച്ചുവും ഇത് സ്പേസ്ഷിപ്പും. സ്പേസ് ഷിപ്പോ? ഇതോ? പിക്കാച്ചുന്റെ അടുത്ത് ഇങ്ങനെ മറിഞ്ഞു കിടക്കുക. ഓ ശരി, ഇത് ഐസ്. ഓക്കെ. ശരി, വണ്ടി വിട്ടോ. ഇത് മറിച്ചിടണം. നീ ഇങ്ങനെ ഉണ്ടാക്കിയാലോ? നൈസായിട്ട് ഉണ്ടാക്കണം, അപ്പോഴാണ്. നൈസാക്കി ഉണ്ടാക്കിയാലല്ലേ വേഗം വേവാ. അത് ഒട്ടിക്കണം. എന്തായാലും ഒട്ടിക്ക്. പൊട്ടിപ്പോയടാ. എന്നാ ഒട്ടിച്ചാ പറ്റുള്ളൂ. ഇത് ഒട്ടിക്കാൻ പറ്റുമോ? ആ പറ്റും. കൈ കൊണ്ട് ഒട്ടിക്ക്. ശരി ശരി, കൈ ഇവിടെ ഒട്ടിക്ക്. ഇവിടെ. എവിടെ? ഇവിടെയോ? ഒരു മിനിറ്റ്. ആ, ഇവിടെ. ഇവിടെയോ? ഞാൻ പശ വെച്ച് ഒട്ടിച്ചാ മതിയോ? ഇല്ല ഇല്ല, മതി മതി. ഞാൻ പപ്പനെ ഇപ്പൊ വിളിക്കും കേട്ടോ. എടാ, എന്തൊരു ഭീഷണിയാടാ അത്. എന്തും കൊണ്ട് ഒട്ടിക്കുക? എന്റെ കൈ പൊള്ളില്ലേ? നിനക്ക് മമ്മയുടെ അടുത്ത് ഒരു സ്നേഹമില്ലടാ. ഓക്കെ, ആ ഓക്കെ 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 ആയി. തിരിച്ചിടുമ്പോ അണ്ണാൻ. നേരെ ഉണ്ടാക്കുമ്പോ എന്തായിരുന്നു? ഉണ്ടാക്കുന്ന സമയത്ത് എന്തായിരുന്നു? ഭക്ഷണം ആയ സ്ഥിതിക്ക് നമുക്ക് വെച്ച് മാറ്റാനുള്ള പരിപാടികളൊക്കെ ചെയ്യാം. ആദ്യം വെച്ച് മാറ്റുന്ന സ്ഥലമൊക്കെ തുടച്ച് വൃത്തിയാക്കി ശുദ്ധമാക്കി വെക്കണം. ചിക്കൻ വരട്ടിയതുണ്ട്, കുമ്പളങ്ങച്ചാറ് എന്ന് പറയുന്ന ഒരു ഐറ്റം ഉണ്ട്. കുമ്പളങ്ങച്ചാറ് ചിക്കൻ കറിയാണ്, കുമ്പളങ്ങച്ചാറ് എന്നാണ് പറയുന്നത്. ദോശയുണ്ട്. ഇതാണ് കേട്ടോ ഐറ്റംസ്. ഇതൊക്കെ ഇലയിൽ വിളമ്പിയ ശേഷം നമ്മൾ പ്രാർത്ഥിക്കുന്ന സമയത്ത് തുളസിയും പച്ചരിയും വെള്ളത്തിൽ മുക്കി ഇലയിലേക്ക് തളിച്ചിട്ട് വേണം പ്രാർത്ഥിക്കാനായിട്ട്. അതിനായിട്ട് നമ്മളിവിടെ പച്ചരിയും തുളസിയിലയും മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. കർക്കിടക വാവിന് ബലിയിടുന്നത് പോലെ തന്നെ പ്രധാനപ്പെട്ടതാണ് വെച്ചുമാറ്റൽ എന്ന് പറയുന്ന ഒരു പ്രക്രിയ. അത് പിതൃക്കൾക്ക് വേണ്ടി ഓരോ ഇലയും നമ്മൾ സമർപ്പിക്കുകയാണ്. ഇതിൽ 3 ഇലയാണ് ഇവിടെ ഇട്ടിരിക്കുന്നത്. ഒന്ന് ഏട്ടൻ്റെ അമ്മയ്ക്കും, ഒന്ന് അച്ഛനും, ഒന്ന് മുത്തശ്ശിക്കും വേണ്ടിയിട്ടാണ്. നമ്മൾ ഉണ്ടാക്കിയ ഭക്ഷണം എല്ലാം ഈ ഇലയിൽ വിളമ്പി വെക്കും. അവർ വന്ന് കഴിക്കുന്നുള്ളതാണ് വിശ്വാസം. നമ്മൾ വിളക്കൊക്കെ കൊളുത്തി സാധാരണ പ്രാർത്ഥിക്കാനുള്ള ഒരുക്കങ്ങളെല്ലാം ചെയ്തിട്ടുണ്ട്. പച്ചരിയും തുളസിയിലും വെള്ളത്തിൽ മുക്കി തളിച്ചിട്ടാണ് പ്രാർത്ഥിക്കുന്നത്. അങ്ങനെ വീട്ടിലുള്ള എല്ലാവരും പ്രാർത്ഥിക്കും. പിതൃക്കളെ ഓർക്കാനുള്ള ഒരു ദിവസം കൂടിയാണിന്ന്. സാധാരണയായിട്ട് കർക്കിടക മാസം 1-ാം ദിവസവും ഇതുപോലെ ചെയ്യാറുണ്ട്. ഇവിടെ എല്ലാ വർഷവും കർക്കിടക വാവിന് ഇതുപോലെ ചെയ്യാറുണ്ട്. വളരെ സന്തോഷത്തോടെ ശുദ്ധിയോടുകൂടി ചെയ്യേണ്ട ഒരു കാര്യമാണിത്. പിതൃക്കളുടെ അനുഗ്രഹം ഉണ്ടെങ്കിൽ മാത്രമാണ് നമുക്ക് ആരോഗ്യത്തോടുകൂടി സൗഖ്യത്തോടുകൂടി ജീവിക്കാനുള്ള ഒരു അനുഗ്രഹം ഉണ്ടാവുകയുള്ളൂ. എൻ്റെ അമ്മമ്മ പറഞ്ഞു കേട്ടിട്ടുണ്ട്, കാരണവന്മാരുടെ ഗുരുത്തുള്ളത് കൊണ്ടാണ് കണ്ണിൽ തട്ടേണ്ടത് പിരുകത്ത് തട്ടിപ്പോയത് എന്ന്. അങ്ങനെ പല ബുദ്ധിമുട്ടുകളും അവരുടെ അനുഗ്രഹം കൊണ്ടില്ലാതാവുന്നു. നമ്മൾ ഭക്ഷണം വെച്ച് മാറ്റിയത് കുറച്ച് നേരം റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കും. വാതിലൊക്കെ അടച്ചിട്ട് നമ്മൾ പുറത്ത് വന്ന് നിൽക്കും. അപ്പം പിതൃക്കൾ വന്ന് ഭക്ഷണം കഴിക്കും എന്നുള്ളതാണ് ഒരു വിശ്വാസം. അപ്പം നമ്മളങ്ങനെ റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വാതിലൊക്കെ അടച്ചിട്ട് നമ്മൾ പുറത്ത് വേറൊരു റൂമിൽ വന്ന് ഹോളിൽ വന്നിരിക്കുകയാണ് കേട്ടോ. എല്ലാം ഒരു വിശ്വാസമാണ്, നമ്മുടെ മനസ്സിൻ്റെ ഒരു വിശ്വാസം. അങ്ങനെ കുറച്ചു നേരം ഇവിടെ വാതിലൊക്കെ അടച്ച് പിതൃക്കൾ വന്ന് കഴിച്ചിട്ടുണ്ടാവും എന്ന് വിശ്വസിക്കും. അതിനുശേഷം വിളക്കെല്ലാം അണച്ച് നമ്മൾ ഈ ഭക്ഷണം മാറ്റി വയ്ക്കും. ഒരുപാട് പേരുള്ള വീടൊക്കെ ആണെങ്കിൽ ഇത് എല്ലാം കൂടി മിക്സ് ആക്കിയിട്ട് പ്രസാദം പോലെ കൊടുക്കാറുണ്ട്. എന്നാൽ ഇവിടെ ഇപ്പോൾ ഞങ്ങൾ മാത്രമേ ഉള്ളൂ, അതുകൊണ്ട് ഇത് നമുക്ക് കഴിക്കാമെന്ന് വിചാരിച്ചു. അതിൽ നിന്നും കുറച്ച് ഉരുളകളാക്കിയിട്ട് ടെറസിൻ്റെ മുകളിൽ കൊണ്ടുവയ്ക്കാമെന്ന് വിചാരിച്ചു. കാക്കകൾ ഇഷ്ടം പോലെ ഇവിടെ ഉള്ളത് കൊണ്ട് തന്നെ കാക്ക ഇല്ലാത്ത പ്രശ്നമില്ല. അങ്ങനെ ഞങ്ങളത് മുകളിൽ കൊണ്ടുവച്ച് താഴെ വന്ന ശേഷം ഭക്ഷണമൊക്കെ കഴിക്കാമെന്ന് വിചാരിച്ചു. നമ്മൾ ഈ ഇലയിട്ട് പ്രാർത്ഥിച്ചതുകൊണ്ട് തന്നെ നമുക്ക് തുളസിയിലയും പച്ചരിയൊക്കെ നമുക്ക് ചോറിൻ്റെ അവിടെ ഇവിടെയായിട്ട് നമുക്ക് കാണാം. അതിൽ നമ്മൾ പെറുക്കി മാറ്റിയിട്ട് കഴിക്കണം. ഈ ഒരു ദിവസത്തെ ഈ ഒരു ചടങ്ങ് വളരെ ആത്മാർത്ഥത്തോടെ ചെയ്യുമ്പോൾ നമുക്കുണ്ടാകുന്നൊരു സമാധാനം ചെറുതല്ല. എങ്കിലും പലപ്പോഴും എനിക്ക് തോന്നിയിട്ടുള്ളൊരു കാര്യം, ജീവിച്ചിരിക്കുമ്പോൾ അച്ഛനും അമ്മയും സ്നേഹിക്കാതെയും അവരുടെ വാക്കുകൾ കേൾക്കാതെയും നടന്നിട്ട് അവർ മരിച്ച ശേഷം ഇങ്ങനെ ചെയ്യുന്നത് കൊണ്ട് എന്തർത്ഥമാണുള്ളത്? ചില ആൾക്കാരെങ്കിലും ചെയ്യുന്നത് കണ്ടിട്ടുണ്ട്. ജീവിച്ചിരിക്കുമ്പോൾ അവരുടെ തിരക്ക് തീർന്ന കാലമില്ല, എന്നാൽ മരിച്ച ശേഷം മരണാനന്തര ക്രിയകൾക്ക് വേണ്ടിയിട്ട് ദിവസങ്ങളോളം ആഴ്ചകളോളം ആ വീട്ടിൽ പോയിരിക്കും.
അതുപോലെ ഒരു ദിവസമെങ്കിലും കൂടിയിരിക്കാനായിട്ട് ആ അച്ഛനും അമ്മയും ഒരുപാട് കൊതിച്ചിട്ടുണ്ടാവും. ഇതുപോലുള്ള ദിവസങ്ങളുടെ അർത്ഥം മനസ്സിലാക്കുക, പ്രവർത്തിക്കുക, ജീവിക്കുക.